ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിൽ പ്രതികൾക്ക് വധശിക്ഷയില്ല. കേസിലെ 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7-ാം പ്രതിക്കും ഇരട്ട ജീവപര്യന്തം തടവും 1,00,000 രൂപ പിഴയും ഹൈക്കോടതി വിധിച്ചു. 1 മുതൽ 5 വരെയുള്ള പ്രതികളായ എം.സി. അനൂപ്, മനോജ് കുമാർ എന്ന കിർമാണി മനോജ്, എൻ.കെ. സുനിൽകുമാർ എന്ന കൊടിസുനി, ടി.കെ. രജീഷ്, എം.കെ. മുഹമ്മദ് ഷാഫി എന്നിവരുടെയും 7-ാം പ്രതിയായ കെ. ഷിനോജ് എന്നിവരുടെയും വധശിക്ഷയാണ് ഹൈക്കോടതി ഉയർത്തിയത്. ഇവർക്കെതിരെ കൊലപാതക കുറ്റത്തിന് പുറമെ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തമായി ഉയർത്തിയത്. ഇവർക്കെതിരെ വിചാരണ കോടതി കൊലപാതകത്തിന് മാത്രമാണ് ശിക്ഷ വിധിച്ചിരുന്നത്. അങ്ങേയറ്റം പ്രാകൃതമായ കൊലപാതകമാണെങ്കിലും പ്രതികൾക്ക് വധശിക്ഷ നൽകുന്നില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. വിചാരണ കോടതി വിധിച്ച ഇവരുടെ ജീവപര്യന്തം ശിക്ഷാ കാലയളവ് ഉയർത്തിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി. 6-ാം പ്രതിക്ക് ജീവപര്യന്തം തടവിനൊപ്പം 6 മാസം കൂടി തടവിനും ഹൈക്കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. 7 വരെയുള്ള പ്രതികൾക്ക് അടുത്ത 20 വർഷത്തേക്ക് ശിക്ഷാ കാലയളവിൽ പരോൾ നൽകരുതെന്നും ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട്. പുതുതായി കൊലപാതക ഗൂഢാലോചനയിൽ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയ 10-ാം പ്രതി കെ. കൃഷ്ണൻ, 12-ാം പ്രതി ജ്യോതി ബാബു എന്നിവരെ ജീവപര്യന്തം തടവിനും ശിക്ഷിച്ചു. പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് ഇരുവർക്കും പരോളിനായി അപേക്ഷിക്കാമെന്നും ഹൈക്കോടതി വിധിച്ചു.